എന്ത് വ്യത്യാസമാണ്? സെൻസ് വ്യത്യാസമാണ് വിഷ്ണു സാർ. ക്ലിയർ? അപ്പൊ ഞാൻ ആ സിനിമ കണ്ടു, പറയൂ. ഐ ഹാവ് വാച്ച് ദാറ്റ് മൂവി. നീ എന്ത് ചെയ്യണ്ട? എടാ സിനിമക്കുണ്ടോ? ഏത് സിനിമ? ഐ ഹാവ് വാച്ച്ഡ് ഇറ്റ്. അല്ലാതെ അവിടെ എന്തല്ല പറയേണ്ടത്? ഐ വാച്ച്ഡ് ഇറ്റ് എന്നല്ല പറയേണ്ടത്. ഐ ഹാവ് വാച്ച്ഡ് ഇറ്റ് അല്ലെങ്കിൽ ഐ ഹാവ് സീൻ ഇറ്റ്, വിച്ച് മീൻസ് ഐ ഡോണ്ട് വാണ്ട് ഇറ്റ് ടു അഗെയിൻ. ക്ലിയർ? ക്ലിയർ? നമ്മൾ ചർച്ച ചെയ്തു, എന്നെ പറയും. വി ഹാവ് ഡിസ്കസ്ഡ്. ഇനി എന്ത് ചെയ്യണ്ട? ഡിസ്കസ് ആവില്ല. ആ കാര്യം വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ്, അത് നമ്മൾ ചർച്ച ചെയ്തല്ലോ. അപ്പോൾ വി ഹാവ് ഡിസ്കസ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോൾ ഒരു കാര്യം ഇനി ചെയ്യേണ്ട, സംഭവം കഴിഞ്ഞു, പക്ഷെ ഇനി ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ, ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ യു കൻ ഗോ ഫോർ ഹാസ് ആൻഡ് ഹാവ്, അല്ലാതെ വേറൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനൂടെ സമയം വെച്ച് കൊടുക്കില്ല. ഏതിൻ്റെ കൂടെ? ഈ ഹാസ് ആൻഡ് ഹാവിനോട് നമ്മൾ സമയം വെച്ച് കൊടുക്കില്ല. സമയം വെച്ച് കൊടുത്താൽ അന്ന് തീർന്നല്ലോ. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ എന്ന് പറയില്ല. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. അപ്പം സമയം കൊടുക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ ഡൈയിങ് ടു പ്ലേസ് ദ ടൈം, ഗോ ഫോർ സെക്കൻഡ് ഫോം. അത് അവിടെ തീർന്നല്ലോ. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ കണ്ടത്, അപ്പം ഇനി കാണാൻ ചിലപ്പോൾ ഉണ്ടാവാം. സ്റ്റാൻഡ് മീ. ക്ലിയർ? അപ്പം സമയം വെച്ച് വരുമ്പോൾ യെസ്റ്റർഡേ, ലാസ്റ്റ് ഇയർ, 10 years ബാക്ക് എന്നൊക്കെ പറയണമെങ്കിൽ you can go for second forms, and rest of the time when you do not want to do it again, go for has and have. സിമ്പിൾ അല്ലേ? ക്ലിയർ അല്ലേ? ഇതിനേക്കാൾ എത്രത്തോളം എളുപ്പമായിട്ട് നിങ്ങൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഹലോ, ഇതിനേക്കാൾ എളുപ്പത്തിൽ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പം ഇതാണ് അതിൻ്റെ തിയറി. ഒരു കാര്യം ഇനി ചെയ്യണ്ട. ഞാൻ അടിച്ചു വരി, എങ്ങനെ പറയും? ഇനിയും അത് കഴിഞ്ഞു, ഇനി വൃത്തിയാക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ പറയും? ഐ ഹാവ് ക്ലീൻഡ്. ഞാൻ കുളിച്ചു, പറയൂ. ഐ ഹാവ് ബാത്ത്ഡ്. അപ്പം ഇനി കുളിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കുളിച്ച് റെഡിയാക്കണോ? ക്ലിയർ? ഞാൻ പുസ്തകം വായിച്ചു, പറയൂ. ഐ ഹാവ് റെഡ് ദാറ്റ് ബുക്ക്. നിങ്ങൾക്ക് വായിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? എനിക്ക് മനസ്സിലായിക്കണ്, എനിക്ക് മനസ്സിലായി. ഐ ഹാവ് അണ്ടർസ്റ്റുഡ്. അപ്പം എനിക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കേട്ടോ, അപ്പം അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? ഗോ ഫോർ ദാറ്റ്. ക്ലിയർ? This is one of the first, this is the simplest explanation to teach has and have. And one more thing, എന്നോ നടന്ന സംഭവം അതൊരു സംഭവമാണെന്ന് പറയണമെങ്കിൽ you have to go for has and have. ഇപ്പം നിങ്ങൾ SLC പാസ്സായിക്കണം, ശരി, 1983 പക്ഷേ അതൊരു സംഭവമായിട്ട് കാണിക്കണമെങ്കിൽ നിങ്ങൾ ഹാസ് ഹാവ് ഉപയോഗിച്ച് പറയുമ്പോഴാണ് അത് സംഭവമായിട്ട് മാറുക. പറഞ്ഞേ, ഐ ഹാവ് പാസ്ഡ് SLC. അപ്പം അത് സംഭവമാണത്. മനസ്സിലായോ? അപ്പം നീ ഹീറോ വെക്കാൻ പാടില്ല. ഹീറോ ഹറാമാണ്. ഇതിൻ്റെ കൂടെ ഹീറോ വെക്കണമെങ്കിൽ നമ്മൾ സെക്കൻഡ് ഫോംസ് ഉപയോഗിക്കുക. കണ്ട, പണ്ടെന്ന് പറഞ്ഞ സംഭവം. ഇപ്പം ഞാൻ മമ്മൂട്ടിയെ കണ്ടുകണ് പറഞ്ഞേ, ഐ ഹാവ് സീൻ മമ്മൂട്ടി. കണ്ടോ, അതൊരു എന്നോ നടന്ന സംഭവമാണ്, പക്ഷെ അതൊരു സംഭവമാണല്ലോ. ഇനി ആവശ്യമായിട്ടല്ല, ഇനിയും മമ്മൂട്ടിയെ കാണും, പക്ഷേ അത് വലിയ സംഭവമാണ്. അപ്പം നമ്മളെ പറ്റി തള്ളാൻ എന്തുപയോഗിച്ച് പറയണം? എന്ത് വേണം? ഹാസ് ഹാവ് ഉപയോഗിച്ച് പറയണം. ഞാൻ 5 വർഷം മോഡേൺ സ്കൂൾ വർക്ക് ചെയ്തു, പറയൂ. ഐ ഹാവ് വർക്ക്ഡ് 5 years at modern school. ഓക്കെ. ഇനി ഇതിൻ്റെ കൂടെ സിൻസ് വെച്ച് കൊടുക്കാം. ഐ ഹാവ് വർക്ക്ഡ് ദർ സിൻസ് പറയാം. സ്റ്റാർട്ടിങ് ടൈമൊക്കെ വെച്ച് കൊടുക്കാം, നോ പ്രോബ്ലം. സ്റ്റാർട്ടിങ് വെച്ച് കൊടുക്കാം, സമയത്തിൻ്റെ പീരീഡും വെച്ച് കൊടുക്കാം. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ പറഞ്ഞേ, ഐ ഹാവ് ബീൻ സിക്ക് സിൻസ് ലാസ്റ്റ് മൺഡേ. കണ്ടോ, കഴിഞ്ഞ മൺഡേ മുതൽ എനിക്ക് അസുഖമാണ്. അവിടെ അല്ലാതെ ഐ എം സിക്ക് എന്നല്ല പറയേണ്ടത്. ഇപ്പോഴും അസുഖമുണ്ട്. ഹലോ, എനിക്ക് അസുഖമാകാൻ വയ്യ, അവിടെ അസുഖത്തിലാണ് ഉള്ളത്. അതാ. അപ്പോൾ അത് നമ്മൾ പറഞ്ഞേ. ഓക്കെ, കം ഓൺ. ഐ ആം ടീച്ചിങ് നൗ. ഐ വിൽ ടീച്ച് ടുമോറോ. TPR വരുന്നില്ല. ഓക്കെ, ഐ ആം ടീച്ചിങ് നൗ. I will teach tomorrow. I will be teaching tomorrow. I taught yesterday. I was teaching yesterday. I teach every day. I have taught. ഞാൻ പഠിപ്പിച്ചു. I think I have taught this. നീ പഠിച്ചിട്ടുണ്ടല്ലോ, നീ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. I have taught it. എന്താ? I have taught. I have been teaching for 2 years. അപ്പോൾ 2 വർഷമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഐ ആം ടീച്ചിങ് എന്ന് പറഞ്ഞാലും ഐ ഹാവ് ബീൻ ടീച്ചിങ് എന്ന് പറഞ്ഞ വ്യത്യാസം എന്താ? ഏത്? അപ്പം ഐ ആം ടീച്ചിങ് എന്ന് പറഞ്ഞാലോ? ചുരുക്കി പറഞ്ഞാൽ ഐ ആം ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഈ ഐ ഹാവ് ബീൻ ടീച്ചിങ്ങിൻ്റെ ഒരു പോയിന്റാണ് ഐ ആം ടീച്ചിങ്. ഹലോ,
ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് മോർണിംഗ്. ഇപ്പോഴോ ഐ എം ടീച്ചിങ്. അപ്പോൾ ഇപ്പോഴത്തെ നിമിഷം മാത്രമാണെന്ത് ഐ എം ടീച്ചിങ്. എന്നാൽ കുറച്ച് നീണ്ടു നിന്ന് കഴിഞ്ഞാൽ എന്താണ് ഐ ഹാവ് ബീൻ ടീച്ചിങ്. നീണ്ടു നിൽക്കലാണ് പ്രധാനം. നീണ്ടു നിൽക്കലാണ് പ്രധാനം. മനസ്സിലായോ? അപ്പോൾ ഐ എം നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ ഐ എം എ ടീച്ചർ എന്നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? ഐ ഹാവ് ബീൻ എ ടീച്ചർ. മനസ്സിലായോ? ഐ ഹാവ് ബീൻ അല്ലാതെ എന്തല്ല ഐ എം എ ടീച്ചർ അല്ല, ഐ ഹാവ് ബീൻ എ ടീച്ചർ. മനസ്സിലായോ? അപ്പോൾ കുറച്ച് നീണ്ടുന്നാൽ മതി, കുറച്ച് നീണ്ടുന്നാൽ മതി. ക്ലിയർ? ദാറ്റ്സ് ഓൾ. വ്യത്യാസമുള്ളൂ. ഐ ഹാവ് ബീൻ. ക്ലിയർ? പറഞ്ഞേ ഐ ഹാവ് ബീൻ ടീച്ചിങ് ഹിയർ സിൻസ് 2007 അല്ലെങ്കിൽ ഫോർ 6 years. അപ്പോൾ കുറച്ച് സമയം നീണ്ടു മാത്രമേ ഉള്ളൂ ആസ് ഐ ഹാവ് ബീൻ. വേറെ ഒന്നും വ്യത്യാസമില്ല. അതിൽപ്പെട്ടൊരു പോയിന്റ് ആണെന്ത്, ഇപ്പോഴത്തെ പോയിന്റ് ആണെന്ത് ഐ എം ടീച്ചിങ്. അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അസുഖമാണെന്ന് പറയും, കുറച്ച് നീണ്ടിങ്ങനെ അസുഖം, കുറച്ച് ആറ്റ് അസുഖമാണ്. അപ്പോൾ ഐ ഹാവ് ബീൻ സിക്ക്. ഏയ് നൗ ഐ എം സിക്ക്. പക്ഷെ കുറച്ച് നേരമായിട്ടുണ്ടെങ്കിൽ ഐ ഹാവ് ബീൻ സിക്ക്. എന്താ? ക്ലിയർ? മനസ്സിലായോ? രാവിലെ എണീറ്റപ്പോൾ സുഖമില്ല. അപ്പോൾ ക്ലാസ്സിൽ ചോദിച്ചു ഐ ഹാവ് ബീൻ നോട്ട് വെൽ. പറഞ്ഞേ ഐ ഹാവ് ബീൻ നോട്ട് വെൽ. ഐ ഹാവ് ബീൻ വെൽ. ഐ ഹാവ് ബീൻ വെൽ. അങ്ങനെയാണ് പറയേണ്ടത്. ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ ഇപ്പോഴത്തെ പോയിന്റ് മാത്രമാണ് ഈസ് ആർ ആം. കുറച്ച് നീണ്ടു കഴിഞ്ഞാൽ ഹാസ് ഹാവ് ബീൻ. മനസ്സിലായോ? ക്ലിയർ? ക്ലിയർ? മനസ്സിലായില്ലേ? ഇസ് ക്ലിയർ? ഇസ് ക്ലിയർ? യാ യാ സ്റ്റാർട്ടിങ് സമയമൊക്കെ ഇത് ഇവിടെ നമുക്ക് സമയം പ്രശ്നമൊന്നുമല്ല. ഇതിന് സിൻസോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ സമയം വെച്ച് കൊടുക്കാം, സിൻസ് വെച്ച് കൊടുക്കാം, ഫോർ വെച്ച് കൊടുക്കാം, ഒന്നും പ്രശ്നമില്ല. ഐ ഹാവ് ബീൻ വാച്ചിങ് എസ്റ്റർഡേ എന്ന് പറയില്ലല്ലോ. ഹലോ, ഇപ്പോഴുണ്ടല്ലോ ഐ ഹാവ് ബീൻ ടീച്ചിങ് സിൻസ് 2009. ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം പിന്നെ വേറെ എസ്റ്റർഡേ എന്നോ ലാസ്റ്റ് ഇയർ ഒന്നും വെച്ച് കൊടുക്കില്ല. സിൻസ് ഫോറൊക്കെ വെച്ച് കൊടുക്കാം. അത് ഹാസ് ഹാവിൻ്റെ കൂടെ സിൻസ് ഫോർ വെച്ച് കൊടുക്കാം. നോ പ്രോബ്ലം. പർട്ടിക്കുലർ ടൈം വെച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ളൂ. യെസ്റ്റർഡേ ഐ ഹാവ് മെറ്റ് ഹിം യെസ്റ്റർഡേ പർട്ടിക്കുലർ സമയമാണ്. അറ്റ് 2 o'clock പർട്ടിക്കുലർ സമയമാണ്. അത് പറ്റില്ല. സിൻസ് മോർണിംഗ് എന്നൊക്കെ പറയാം. സിൻസ് ഐ ഹാവ് വർക്ക് ഹിയർ സിൻസ് 2009 അത് പറയാം. അത് പറ്റത്തില്ല. ഇപ്പോഴും അതിനർത്ഥമുണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന സെൻസുണ്ട് അതിനകത്ത്. മനസ്സിലായി? ക്ലിയർ? ക്ലിയർ? ഇസ് എ ക്ലിയർ? ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹാഡ് എവിടെ ഉപയോഗിക്കും? ഹാഡ് എനിക്ക് അതൊന്നും വേണ്ട. എനിക്ക് ഇത് എവിടെ ഉപയോഗിക്കാം? പച്ച മലയാളത്തിൽ ഇതിൻ്റെ സെൻസ് പറഞ്ഞാൽ മതി. ഐ ate എന്ന് പറയുന്നതും ഐ ഹാഡ് ഈറ്റ് എന്ന് പറയുന്നതും വാട്ട്സ് ഡിഫറൻസ്? അർത്ഥം വേണ്ട. ഐ ഡോണ്ട് നീഡ് യുവർ ബ്ലഡി മീനിങ് തിങ്. ഓൾറൈറ്റ്? എനിക്ക് പച്ച മലയാളത്തിൽ മനസ്സിലാക്കി തരുന്നത് എന്താണ്? ഐ ഹാഡ് എ 2-wheeler എന്ന് പറയുന്ന സുധ ടീച്ചറെ, ശുഭ ടീച്ചറെ, അത് എനിക്ക് ഉണ്ടായിരുന്നുള്ളതാണ്. അതവിടെ കഴിഞ്ഞു. അത് ആക്ഷൻ വരുമ്പോഴാണ് കാര്യം പറഞ്ഞത്. ആക്ഷൻ. ഐ ഹാഡ് എ പ്രോഗ്രാം യെസ്റ്റർഡേ, അതും ഓക്കെ. എന്നാൽ ഐ ഹാഡ് ഈറ്റൻ എന്ന് പറയുമ്പോൾ ആക്ഷൻ വരുമ്പോൾ തേർഡ് ഫോം വരില്ലേ, അതിവിടെ അവിടെ ഉപയോഗിക്കുന്നുള്ളതാണ്. അബ്ബാസ് സാർ എൻ്റെ ശിഷ്യനാണ്. കാര്യം എന്താ പറയുക, ഐ ഹാഡ് പറയാം എനിക്ക് വേണം, മറ്റേതുണ്ടല്ലോ ഹാവ്. ഓക്കെ, സി പറഞ്ഞേ. അപ്പോൾ ഇതിന് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഐ ഹാഡ് ഈറ്റ് എന്ന് എപ്പോഴും പറയേണ്ട ആവശ്യമില്ല. ഒന്നിൻ്റെ മുമ്പ് ഒന്നിൻ്റെ മുമ്പ് അതിന് മുമ്പ് നിങ്ങൾ തിന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പണി നടക്കണം. രണ്ട് ആക്ഷൻ നടക്കണം. അതിൻ്റെ ആദ്യം നടന്നതിൻ്റെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കുള്ളൂ? ഹാഡ് ഉപയോഗിക്കുള്ളൂ. അല്ലാതെ ഹാഡ് ഉണ്ടായിരുന്നു, ഞാനാണ് കണ്ടിട്ടുണ്ടായിരുന്നു, ഐ ഹാഡ് സീൻ ഹിം എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരു അർത്ഥത്തിലോ പറയുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ സെൻസിലോ ഒന്നിനു മുമ്പ് ഒന്ന് നടന്നു എന്ന് പറയില്ലേ, അപ്പോൾ ആദ്യം നടന്നതിനുള്ള അഡ്വാൻറ്റേജ് ആണെന്ത്? ഹാഡ്. അത്രേ ഉള്ളൂ. പറഞ്ഞേ, ഐ ഹാഡ് വർക്ക്ഡ് അറ്റ് എ പ്രൈവറ്റ് സ്കൂൾ ബിഫോർ ഐ വർക്ക്ഡ് ഹിയർ. ആണോ? അവിടെ ഐ ഹാഡ് വർക്ക്ഡ് അറ്റ് എ പ്രൈവറ്റ് സ്കൂൾ ബിഫോർ ഐ സ്റ്റാർട്ട് വർക്കിംഗ് ഹിയർ. ആണോ? അപ്പോൾ ഒന്ന് സെക്കൻഡ് ഫോം, സ്റ്റാർട്ടഡ്, ഒന്ന് ഹാഡ്. അപ്പോൾ ആദ്യം നടന്ന ഏതാണുള്ള കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് ആനുകൂല്യമാണ് അത്. അല്ലാതെ വെറുതെ ഹാഡ് ഉണ്ടായിരുന്നു, ഐ ഹാഡ് സീൻ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെയില്ല. പണ്ട് ഗ്രാമീണ ടീച്ചർമാർ ഇങ്ങനെ സെന്റൻസ് പഠിപ്പിച്ചു വെക്കും. പറഞ്ഞേ, train had
ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച്ഡ് റെയിൽവേ സ്റ്റേഷൻ. ഓർമ്മയുണ്ടോ? ആ അവിടെ നോക്കൂ, 2 സെന്റൻസ് ഉണ്ട്.